അതേപോലെ തെറ്റായ പ്രചരണം നടത്തുന്നതിന് അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിരന്തരമായി തെറ്റായ പ്രചരണം നടത്തി വീണ്ടും വളരെ ആധികാരികമായി ഒരു കള്ളം 100 പ്രാവശ്യം ആവർത്തിച്ചാൽ അത് സത്യമാകുമെന്നുള്ള ഗീബൽസിൻ്റെ അതേ തന്ത്രം സ്വീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തുന്ന പ്രസ്താവനയുടെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. വിഴിഞ്ഞം തുറമുഖത്തിന് ഇപ്പോൾ ഒരു പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞു. ആ റോഡ് കണക്ടിവിറ്റി ഞങ്ങളാ കൊണ്ടുവന്നതെന്നാണ്. യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പ്രവർത്തനം 8000 കോടി ചിലവാക്കിയ വിഴിഞ്ഞത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച LDF സർക്കാരാണ്. അതിനകത്ത് റെയിൽവേയും റോഡും കണക്ട് ചെയ്യുന്നതിന് വേണ്ടി സ്ഥലമെടുപ്പ് നടക്കുകയാണ്. അല്ലാതുള്ള വഴിക്കിപ്പോൾ അവിടെ വരാം. കരവഴിയും കൂടി സാധനം കൊണ്ടുവരാമെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാഴ്ചപ്പാട്. കടലിൽ കൂടി കയറ്റി അയക്കുന്ന സാധനങ്ങൾ കൂടാതെ ഈ തുറമുഖ കപ്പലുകൾ തമ്മിൽ ചേർന്ന് അവിടുന്ന് വലിയ കപ്പലിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ ചെറിയ കപ്പലിലേക്ക് മാറ്റുന്ന ട്രാൻസ്ഷിപ്മെൻറ്റ് ഉൾപ്പെടെ എല്ലാം നടത്താവുന്ന തുറമുഖമാണ്. അവിടെ ഇപ്പോൾ ഒരു ടെർമിനൽ എന്ന നിലയിൽ കരയിൽ നിന്ന് റോഡ് മാർഗം വരുന്ന സാധനം കൂടി അവിടെ കൊണ്ടുവരുന്നതിന് ഒരു കാര്യം വന്നു. അത് ആ സ്റ്റെപ്പ് വേണ്ടതാണ്. പക്ഷേ ഇതിനെല്ലാം തടസ്സം ചെയ്തുകൊണ്ടിരുന്ന ആരാ നേരത്തെ? വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ടതും വിഴിഞ്ഞത്ത് സമരം നടത്തിയതും ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷമാണ്. അത് നിർത്തിവെക്കണമെന്ന് പറഞ്ഞതാണ്. അതൊക്കെ ഇപ്പോൾ ആരും ഓർക്കുന്നില്ല തരത്തിലാണ്. ഈ സ്ഥലമെടുക്കുന്നതിനും റെയിൽ കണക്ടിവിറ്റിക്കും തടസ്സം ഉണ്ടാക്കിയത് അദ്ദേഹം തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി തന്നെയാണ് എന്നുള്ള കാര്യം മറന്നു വെച്ചിട്ടാണ്. ഇപ്പോൾ എന്തോ പുതിയൊരു കാര്യം കണ്ടെത്തിയെന്നാണ്. ഇപ്പോൾ ഓപ്പറേഷൻ മിഷൻ സമുദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ മിഷൻ സമുദ്രയുടെ ഇൻട്രസ്റ്റിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. ഞങ്ങൾക്കും നമ്മുടെ കേരളത്തിൻ്റെ കടലും കായലും ഒക്കെ ഉപയോഗിക്കണം എന്നുള്ള അഭിപ്രായത്തിൽ യാതൊരു തടസ്സവുമില്ല. പക്ഷേ അത് നടന്ന കാര്യങ്ങൾ മറച്ചു വെക്കുകയും ഇപ്പോൾ അതിനെ ആകെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യം നശിപ്പിച്ചുകൊണ്ട് ചെയ്യുകയും ചെയ്യുന്ന കാര്യം വരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ തന്നെ തൊട്ടടുത്ത് നടന്ന സംഭവങ്ങളിൽ പോലും തെറ്റായ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത് എല്ലാം വരുമ്പോൾ ഒരു വശത്തുകൂടി തെറ്റായ ധാരാളം കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ രാഷ്ട്രീയമായി ഇടതുപക്ഷ മുന്നണിയെ ആക്രമിക്കാൻ, CPMൻ്റെ നേതൃത്വത്തെ ആക്രമിക്കാൻ ഒക്കെ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് രഹസ്യമായിട്ട് അണിചേർന്നുകൊണ്ട് നടത്തുന്ന കാര്യങ്ങൾ പലതും നടക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കോഴിക്കോട് നടന്ന സംഭവങ്ങളുണ്ട്. EDയുടെ പരിശോധന, അതിനുശേഷം വാർത്തകൾ വരിക, ആ വാർത്തകൾ ഉടൻ തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ സപ്പോർട്ട് ചെയ്ത് അതിന് അനുകൂലമായി പറയുക. ഇത്തരം സംഭവങ്ങൾ പലതും വരുന്നുണ്ട്. പല വിവാദങ്ങളും പഴയ ഗവൺമെൻറ്റിൻ്റെ പല പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും സ്പോർട്സുമായി ബന്ധപ്പെട്ടൊക്കെ പല കാര്യങ്ങളിങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം പ്രചരിപ്പിച്ച് പ്രധാന സംഗതികളിൽ നിന്നും ശ്രദ്ധ മാറ്റാനാണ് സാധാരണക്കാരൻ്റെ ഓണം, അവരുടെ റേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ പോലും ഇടപെടുകയും ക്ഷേമ പെൻഷൻ സമയത്ത് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല വിവിധ മേഖലകളിലെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അങ്ങേയറ്റം ആശങ്കപ്പെട്ടിട്ട് 10,000 ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് അതിൻ്റെ പേരിൽ അഴിമതിക്ക് വളം വെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനൊരു ഓണമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് എന്നുള്ളത് കൊണ്ട് ഇവർ ചെയ്യേണ്ട ഈ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. റേഷൻ അരി പോലും അല്ലെങ്കിൽ സാധാരണക്കാരന് അരി പോലും കൊടുത്തിരുന്ന ആ സൗജന്യ ആനുകൂല്യങ്ങൾ നിർത്തലാക്കി എന്നുള്ളത് പറയാനാണ്. അതങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇത് ഗവൺമെൻറ് ഇത്തരം നയങ്ങളുമായി മുന്നോട്ട് പോകുകയല്ല വേണ്ടത് എന്ന് ഓണത്തിൻ്റെ ഭാഗമായി പറയാനാണ് ഈ അവസരം ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്.